ഓക്കെ. ഹായ്, നമുക്കിന്ന് നല്ല പച്ച തലേൻ കുട്ടനാടൻ താറാവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് നല്ല കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ കുറച്ച് ഉപ്പും വിനെഗറും ഒക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, നാടൻ താറാവാകുമ്പോഴത്തേക്കും കുറച്ച് വേവൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഇത് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെക്കും. എന്നിട്ട് നേരെ വേവിക്കാം. കുറച്ച് നേരം എന്തായാലും പരത്തി വെക്കും, അതിന് ശേഷം വേവിക്കാം. കുക്കറിലാണ് ഞാൻ വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പ്, ദെൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ടേ. ഓക്കെ, മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടുന്നുള്ളൂ. കാരണം നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. കുരുമുളക് പൊടി ഇടാം. ഒരു 2.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വഴറ്റുമ്പോൾ കുരുമുളക് ചതച്ചിടേണ്ടതുണ്ട്. അതുകൊണ്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 2.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള സ്പൈസി ഐറ്റമാണ്. ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിന് വരട്ടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറിലേക്കാണ് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച താറാവ് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. കാരണം നാടൻ താറാവായതുകൊണ്ട് കുറച്ച് വേവ് അധികം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടി ഈ കപ്പിൽ ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ഒരു 10-20 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ നമുക്ക് താറാവ് വരട്ടിയെടുക്കാനുള്ള കൂട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിലാണ് നമ്മൾ എന്തായാലും സവാളയൊക്കെ വരട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങാക്കൂട്ട് നമുക്ക് ആദ്യം വരട്ടിയെടുക്കാം.
സ്പൂൺ ഉണ്ടാവുമായിരിക്കും. 3 സ്പൂൺ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നാളികേര കൊത്തിട്ട് നമുക്ക് വഴറ്റാം. നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് സവാള ഇടാം. ഒരു 2 സവാളയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇടാം. അടുത്തായിട്ട് വെളുത്തുള്ളി ഇടാം. ചതച്ച് വെച്ച വെളുത്തുള്ളി. അപ്പോൾ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ഇട്ടുണ്ടാകുന്നത്. അതായത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, ഒരു 20-25 എണ്ണം. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചെറിയുള്ളി ഒരുവിധം ബീഫിലും പോർക്കിലും ചിക്കനിലും താറാവിലും എല്ലാത്തിലും ചേർക്കാം. എല്ലാ മീറ്റിലും ചെറിയുള്ളി ചേർക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയുള്ളി നമ്മൾ മാക്സിമം ചേർക്കാൻ ശ്രമിക്കുക. ഇതെന്തായാലും ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം തക്കാളി ചേർക്കാം. നമ്മുടെ സവാള, നാളികേരവും ഉള്ളി എല്ലാ സംഭവവും നല്ല ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഓൾറെഡി നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കുറച്ചും കൂടി ഈ എന്താ പറയുക വഴറ്റിലേക്ക് ആവശ്യമായ പൊടികൾ മാത്രം മതി. കുറച്ച് ഉപ്പും, ഒരു നുള്ള് ഗരം മസാല. നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളക് ഇടാം. ഓക്കെ, നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അത് വഴറ്റിന് വേണ്ട ഗ്രേവിയും കാര്യങ്ങളൊക്കെ, ഗ്രേവി അല്ല, വഴറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് താറാവ് വേവിച്ചത് ഇടാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് വറ്റിക്കണം. പിന്നെ നല്ല നെയ്യുണ്ട്, നെയ്യാണ് ഈ കാണുന്നത്, വെള്ളമല്ല കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളി വരട്ട് റെഡി ആയിട്ടുണ്ട്. അതായത് കുരുമുളകൊക്കെ ചതച്ചിട്ട് കുട്ടനാടൻ താറാവ് വരട്ടാണ്. കണ്ടില്ലേ, ഇത് മൊത്തം ഇതിൻ്റെ നെയ്യാണ് കേട്ടോ. ഇങ്ങനെ ഇതിൽ നെയ്ക്കണം, ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം എന്താ പറയുക, നന്നായിട്ട് ചൂടോടുകൂടെ തന്നെ കഴിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉറപ്പുണ്ടാവും അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടൊക്കെ ഉണ്ട്, നല്ല പള്ളി, നല്ല ടേസ്റ്റ് ഉണ്ട്.
അറിയില്ല അതിൻ്റെ കളറൊക്കെ കാണില്ല, നല്ല ഇങ്ങനെ തേനിൻ്റെ കളറൊന്നും ഗോൾഡൻ കളറൊന്നും പറയാൻ പറ്റില്ല. നാളികേരൊക്കെ അങ്ങനെ കിടക്ക് കണ്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ടേസ്റ്റ് ചെയ്തോളൂ. എൻ്റെ താറാവ് വരട്ടിയത് നല്ല കുരുമുളകിട്ട് വരട്ടിയ കുട്ടനാട് താറാവാണ്. അടിപൊളി. കഴിക്കാം. സൂപ്പർ സൂപ്പർ. നല്ല ചൂടുണ്ട്.